യു.പിയിൽ ഇത്തവണ ബി.ജെ.പിയുടെ പ്രചരണം വേറിട്ട വഴികളിലൂടെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ 80 സീറ്റാണ് ഉത്തർപ്രദേശിലുള്ളത്. അതുകൊണ്ട് തന്നെ 80-ൽ 80 നേടുക എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. ഏതായാലും അവിടെ ബി.ജെ.പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഒരു വേറിട്ട വഴികളിലൂടെ തന്നെയാണ്. വികാസ് ഭാരത് സങ്കല്പ് യാത്ര, അത് രാജ്യമൊട്ടാകെ ബി.ജെ.പിയുടെ പ്രവർത്തകർ നടത്തിയിരുന്നൊരു യാത്രയാണ്. പക്ഷേ യു.പിയിലേക്ക് എത്തുമ്പോൾ ആ യാത്രയുടെ ഒരു സ്വഭാവം തന്നെ മാറുന്നുണ്ട്. ഇതിൻ്റെ ചുമതല സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് യദുവംശിനാണ്. ഇദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത് 550 രഥം. ഈ രഥത്തിന് അവർ പേരിട്ടിരിക്കുന്നത് മോദിയുടെ ഉറപ്പുള്ള വാഹനമെന്നാണ്. ഈ രഥമാണ് ഗ്രാമാന്തരങ്ങളിലേക്ക് പോകുന്നത്. എല്ലാ ഗ്രാമങ്ങളിലും ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ യാത്ര മുൻപോട്ട് പോകുന്നത്. ഇത് വെറുമൊരു യാത്രയല്ല, ഒരു ദിവസം 1100 പരിപാടികളാണ്. അതായത് ചെറിയ യോഗങ്ങൾ തൊട്ട് പല വിധത്തിലുള്ള പരിപാടികളാണ് ഒരു ദിവസം ഉത്തർപ്രദേശിൽ നടക്കുന്നത്. ഇതിൽ തന്നെ ഈ കേന്ദ്രത്തിൻ്റെ പദ്ധതികളുണ്ട്. വിവിധ പദ്ധതികൾ ലഭിക്കാത്തവർക്ക് ആ പദ്ധതികൾ അവിടെ വെച്ച് തന്നെ ശരിയാക്കി കൊടുക്കുക, ഒപ്പം തന്നെ ഗുണഭോക്താക്കളെ കണ്ടെത്തി അതിൻ്റെ വിവരങ്ങൾ ആരായുക. അങ്ങനെ ഒരു ജനസമ്പർക്ക പരിപാടി, എല്ലാം തികഞ്ഞ ഒരു ജനസമ്പർക്ക പരിപാടി പോലെയാണ് എല്ലാ ഗ്രാമാന്തരങ്ങളിലും ഈ പരിപാടി. അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം 1100 പരിപാടികളാണ് നടക്കുന്നത്, വ്യത്യസ്തമായ പരിപാടി. അതായത് പുതിയതായിട്ടുള്ള ഗുണഭോക്താക്കളെ ചേർക്കുക, പുതിയ മെമ്പർഷിപ്പ് കൊടുക്കുക, അതോടൊപ്പം തന്നെ കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താക്കളായവരെ ചെന്ന് കണ്ട് അവരുടെ വിശേഷങ്ങൾ തിരക്കുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നരേന്ദ്രമോദി എല്ലാ വീടുകളിലും എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഉത്തർപ്രദേശിലുള്ള ബി.ജെ.പിയുടെ പുതിയ പ്രവർത്തനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.